എന്റെ കർത്താവേ, കുളിച്ചിട്ടും നനച്ചിട്ടും ഒക്കെ ചൂട് തന്നെ അപ്പ. ഞാൻ കേട്ട് അവളാണ് ശർമ്മള. ലീവ് ചോദിക്കാനായിരിക്കും. അവളെ ലീവ് ആണെങ്കിൽ ഇന്ന് അവളെ ഞാൻ നോക്കൂ. ശർമ്മളെ, ലീവ് എന്ന് പറഞ്ഞിട്ട് നീ മിണ്ടരുത്. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഏത് ആ ആ ആ ആ ഓക്കെ. ആ ശരി 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 ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ വരും ഇറങ്ങുന്നു. ഇപ്പൊ രണ്ട് തെറി വിളിക്കാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു. എന്തിനാണ് വിളിച്ചത്? അവളീ പറഞ്ഞ മാതിരി ഈ ലീവിന്റെ ഒരു പ്രശ്നമുള്ളൂ. ബാക്കി കഴിഞ്ഞാൽ നല്ല സ്റ്റാഫാണ് കേട്ടാ. എന്തിനാ ഇപ്പൊ വിളിച്ചത്? നമ്മളെ സുബ്ബയ്യ ജ്വല്ലറിയിൽ 2 സ്റ്റാഫിനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് പൈസ കിട്ടാണ്ട്. അത് മേടിക്കണേ സാറേ, മറക്കല്ലേന്ന്. കാരണം ശമ്പളം കൊടുക്കാൻ സമയമായി. അവക്കറിയാം ഇനി അതൊക്കെ മേടിച്ചാലേ. പക്ഷെ പാവമാണ് കേട്ടാ. കാര്യങ്ങളൊക്കെ നല്ല റെസ്പോൺസിബിളാണ്. എന്നിട്ട് നിങ്ങൾ ഈ എടുത്തു ചാർണ എന്തിനാ? അല്ല, ഈ ലീവ് ആണോ എന്ന് അവള് ഈ സമയത്തൊക്കെ വിളിക്കണമെങ്കിൽ ലീവിനായിരിക്കുമല്ലോ വിളിക്കണത്. അപ്പൂപ്പൻ്റെ കാല് ഒടിഞ്ഞു, അമ്മൂമ്മയുടെ നടു ഒടിഞ്ഞു, ഇതൊക്കെയാണല്ലോ കാര്യം. ഒരു കാര്യം പറയട്ടെ. ഷർട്ട് കൊള്ളൂലേ? ഷർട്ടൊക്കെ നല്ലയാ. പിന്നെന്താ? പിള്ളേർക്ക് വെക്കേഷൻ ആയില്ലേ? ആ വെക്കേഷനാണ്. അവന് ഭയങ്കര കൊതി. അവന് കൊതി എന്ന് പറഞ്ഞിട്ടല്ലേ ഇന്നലെ മറ്റേ മന്തി ഇതെല്ലാം മേടിച്ചു കൊടുത്തത്. പിന്നെന്തോന്ന് കൊതി? അതല്ല, ദേ ഇങ്ങോട്ട് നോക്ക് നിങ്ങള്. നീ പറ, കാര്യം പറ. കൊച്ചിനൊന്ന് വണ്ടർലായിൽ കൊണ്ടുപോകണമെന്ന്. പാവങ്ങളേറ്റോ കൊണ്ടുപോകും. നിന്റെ ഈ ഇത് സോപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി വേറെ ഒന്നുമില്ല നിനക്ക് പറയാം. മനുഷ്യ ഇവിടെ നിന്ന് തിരിയാൻ സമയമില്ലാതിരിക്കണം. അപ്പോഴാണ്. സമയമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കൊച്ചുങ്ങൾക്ക് ഒരാഗ്രഹം തോന്നിയ പിന്നെ നിങ്ങള് അപ്പനും അമ്മനോട് അല്ലാതെ പിന്നെ ആരോട് പറയും? കൊച്ചുങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളാണ്. എനിക്ക് കൊച്ചിന് എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അറിയാമോ? എനിക്ക് പ്ലെയിൻ പറപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ താഴെ നിന്ന് കാണാനേ ഉള്ള ഇതുണ്ടായിരുന്നു. എവിടെയാണ്? ദേ അമ്മ ഡാഡിനോട് പറഞ്ഞിട്ടുണ്ട്. ഡാഡി ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ഇനി നീ ആയി നിന്റെ പാടായി. മക്കളെ, ഈ വണ്ടർല എന്ന് പറയുന്ന സാധനം അവിടെ തന്നെ കാണും. അത് എങ്ങോട്ട് ഓടി പോകില്ല. ഇപ്പൊ വണ്ടർലായാലും കിണ്ടർലായാലും പോകാനുള്ള സമയം സാഹചര്യമല്ല. ഡാഡിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. അത് മനസ്സിലാക്കുക. ഒരു ദിവസം ഒന്ന് വന്നാ എന്താ കുഴപ്പം? തങ്കം, നീ പറയണ കാര്യങ്ങൾ മനസ്സിലാക്കുക. 100 കൊട്ടേഷനാണ് ഓഫീസിൽ. മനുഷ്യന് ഒരു അല്പസമയം കിട്ടിയ അടുത്തെന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാന്ന് പറയണം നിൽക്കുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിലും അങ്ങനെ തന്നെയാ. സമയമുള്ളപ്പോ പൈസ ഉണ്ടാവില്ല, പൈസ ഉള്ളപ്പോ സമയം ഉണ്ടാവില്ല. ഇത് രണ്ടും കൂടി വരുമ്പോഴത്തേനും കാക്ക മലന്ന് പറക്കും. എന്നാ നമുക്കേ കാക്ക മലന്ന് പറക്കണ ദിവസം ടൂർ പോവാം. അത് നോക്കി നീ പിന്നെ അല്ലാണ്ട് മനുഷ്യ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവണം. എന്നാ ഞാൻ പൈസ തരാം, നിങ്ങൾ പോ. അയ്യോ, എന്ത് വർത്താനം? എന്താ ഞങ്ങളെന്താ അനാഥരാ അങ്ങനെ പോകാനായിട്ട്? അങ്ങനെ ഒറ്റയ്ക്ക് പോകാനാണ് ഞങ്ങളുടെ എന്റെ പൈസ ഉണ്ടല്ലോ. അല്ലേ, തന്തമാര് ഗൾഫിലുള്ള അങ്ങനെയുള്ള കുടുംബമുണ്ട്. ആ മക്കളെ അമ്മമാര് തന്നെ കൊണ്ടുപോണത്. ഇപ്പൊ നിങ്ങൾ ഗൾഫിലല്ലല്ലോ, നിങ്ങൾ ഈ നാട്ടിലുണ്ടല്ലോ. ഇല്ലേ? പാർട്ടിയിലായിരുന്നപ്പോ അതിന് സമയമില്ല. ഇപ്പൊ സ്വന്തമായിട്ടൊരു പരിപാടി തുടങ്ങിയപ്പോ അപ്പോഴും സമയമില്ല. ചെറുക്ക എന്നോട് ഇനി പറഞ്ഞേക്കരുത്. സ്വന്തമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം ഒരുത്തിക്ക് ചക്കക്കുരു എണ്ണി കൊടുക്കണം, വാടക എണ്ണി മാറ്റാൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇരിക്കാന്ന് പറഞ്ഞല്ലോ. അയ്യോ, മെമ്പർ മണി മറ്റേ പഞ്ചായത്ത് ഇല്ലെങ്കിൽ അവിടെ നിന്ന് പറന്നു പോകുന്നല്ലേ നീ പറയണ. നീ ഇല്ലെങ്കിൽ കാര്യമൊന്നും പറയാം. മക്കളെ, നമുക്ക് ടൂറെല്ലാം പോവാം. തൽക്കാലം ഇവന് മറ്റേ പെയിന്റിംഗ് ക്ലാസ്സിനോ ഡ്രോയിങ് ക്ലാസ്സിനോ അല്ലതിനൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ലില്ലിയുടെ ഡാൻസ് ക്ലാസ്സിനെങ്കിലും വിടും. എന്തെങ്കിലുമൊക്കെ പഠിക്കട്ടെ. വെറുതെ ഇങ്ങനെ കാള പോലെ നടക്കണം. അപ്പഴോ പറയണ മനസ്സിലാക്കണം കേട്ടല്ല. ദേഷ്യം പിടിപ്പിക്കല്ലേ. ഞാൻ എന്ത് ചെയ്യാനാ? നീ ഡാഡി പറയണ കേട്ടില്ലേ കുഞ്ഞേ? ഡാഡി അടുത്ത് പോവാൻ പറ, നമുക്ക് പോവാം. പിന്നെ ഒന്ന് പോടാ അവിടെ നിന്ന് ഒറ്റയ്ക്ക്. ഡാഡി എന്നാലേ ഞാൻ വരുള്ളൂ. പറയട്ടെ. അല്ല, ഇന്ന് മീനൊന്നും കിട്ടിയില്ലേ? മീൻ കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അതും കറി വെച്ച് ഇതും മെഴുക്ക് വരട്ടെ. പച്ചമുളക് ഇടണം. വാടി തുടങ്ങി. പച്ചമുളക് കൂടെ ചേർക്കണം. ഒരു മധുരം കാണും ഇതിന്. ഇടിച്ച മുളക്. ചേച്ചി എടി കനകം പോയല്ലേ? രാവിലെ തന്നെ പോയില്ലേ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അവനോട്. ഫോൺ ചെയ്ത് പറ. അല്ല, ഇത് നേരിട്ട് പറയാനുള്ളതാ. എന്താ? നമ്മുടെ പഞ്ചായത്തിന്റെ അവിടെ ഒരു പാലം ഇല്ലേ അമ്മേ? ആ പാലത്തിന്റെ കീഴെ കുറെ ആണുങ്ങൾ ഇങ്ങനെ വന്ന് കള്ളു കുടിച്ച് സിഗരറ്റൊക്കെ വലിച്ച് അവിടെ വന്നിരിക്കാണ്ട് ഈ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്കും ഈ അനാവശ്യം പറിച്ചില്ല. അപ്പൊ അത് അവനോടൊന്ന് നോക്കാൻ പറയാൻ വേണ്ടിട്ടായിരുന്നു. അതേട്ടൻ ഇവിടെ പറയുന്നുണ്ടായിരുന്നു. ആണാ?
അവർക്ക് പരാതി ചെന്നിട്ടുണ്ട്. ആ അപ്പൊ അതൊന്നും അവനോടൊന്ന് അന്വേഷിക്കാൻ പറയാൻ വേണ്ടിട്ടാണ്. അതിപ്പോ രാവിലെ എന്നോട് പറഞ്ഞതാ. അമ്മ ആ പിന്നെ തുടങ്ങി. അമ്മ വണ്ടർലേ എടാ നിന്നോടല്ലേടാ മലയാളത്തിൽ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവൻ എന്താന്നാവോ? എന്തുവാ? സ്വൈര്യം ഇല്ലാന്ന്. എവിടെ പോണ കാര്യം പറഞ്ഞു? വണ്ടർലയിൽ കൊണ്ടുപോകണോന്ന് ഇനി എറണാകുളത്തെ. ആ ഇവിടെ ഒരുത്ത് തന്നെ എത്ര ദിവസമായിട്ട് അതും പാടിക്കൊണ്ടിരിക്കെ. ക്ലീറ്റോ സമ്മതിക്കണൊന്നുമില്ല. ആണോ? ക്ലീറ്റോന് ഇവിടെ നിന്നിരിക്കാൻ സമയമില്ലാതെ ക്ലീറ്റോ എങ്ങനെ പോവാനാ? ഇവിടെ ഏട്ടൻ പറഞ്ഞ ക്ലീറ്റോസോനോട് ചോദിച്ചിട്ട് സമയം നോക്കി പോവാന്ന്. വണ്ടർലയിൽ അങ്ങോട്ട് ഇരിക്കുന്ന ഇവിടെ. ഇത്തിരി കൂടെ വലുതാവട്ടെ പിന്നെ ഇവനൊക്കെ ചെറുതാടി അവലെ എല്ലാത്തിലും ഒന്ന് കേറാൻ പറ്റും. അത് ശരിയാ, ഹൈറ്റ് ഒക്കെ ഉണ്ട് അവിടെ ഓരോ സാധനത്തിലും കേറുന്നതിന്. മക്കളെ അത് കുഴപ്പമില്ല, ഹൈറ്റ് കുറഞ്ഞാല് കേറാം. അവൻ എങ്ങനെയെങ്കിലും പോയാൽ മതി. എങ്ങനെയെങ്കിലും അങ്ങ് പോയാ മതി. ഇവൻ തന്നെയാണ് ആ സയ്യൂനെ ഇങ്ങനെ സ്ക്രൂ കെട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലടാ? ഉറപ്പായിട്ടും അതെ, ഉറപ്പായിട്ടും അതെ. ആ ആ രണ്ടും ഒറ്റയ്ക്കാണ്. രണ്ടുപേരും ഭയങ്കര രഹസ്യം പറച്ചിലും ഒക്കെയാ. അമ്മാവൻ വന്നു. ഞാൻ അങ്ങോട്ടേലേട്ടെ. എന്റെ മുന്നേ എന്റെ ഇറുക്കൻ വാടി വരൂ. വാ. ഭയങ്കര ചൂടാട്ടോ, വെയിലത്തൊന്നും ഇറങ്ങി കളിക്കണ്ട. ആ തണലത്തിരുന്നാ മതി. ആ നീ എന്താ ഗിരിരാജ അവളെയും കൂടെ കൊണ്ടുവരായിരുന്നത്? ഞാൻ അതിന് ഇങ്ങടായിട്ട് വന്നതല്ല. ഞാൻ വേറൊരു ആവശ്യത്തിന് വേറൊരു സ്ഥലത്തേക്ക് വന്നതാ. അപ്പൊ അത് നടന്നില്ല. അപ്പൊ എന്നാ കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോവാന്ന് കരുതി. അത്രേ ഉള്ളൂ. ആ ആ ഇവിടെ ഉണ്ടായിരുന്നു. ചുമ്മാ ഇന്നാണ്. ഇതെന്താ ഈ ചക്കൻ ചെടിക്കൊണ്ടിരിക്കുന്നത്? ഓ അവന് ടൂറ് പോണോന്ന്. ടൂറോ? വണ്ടർലയിൽ ഈ വെയിലത്ത് ചൂട്ടത്ത് ടൂറൊന്നും വേണ്ട. മിഠായി എനിക്ക് വേണ്ട. വാങ്ങിച്ചോ? പിടിക്കടാ. എടാ വാങ്ങിക്കടാ. അപ്പൂപ്പൻ കൊണ്ടുപോവാ ടൂറ്. അപ്പൂപ്പൻ ടൂർ ഉണ്ടായ പോരെ? അവര് വാങ്ങിച്ചണ്ട. അതെ അവൻ തിന്നണ്ടേ. കരയണ്ട, അപ്പൂപ്പൻ കൊണ്ടുപോവാ ടൂറ് കേട്ടോ. എടാ നടക്കുന്ന കാര്യം വരെ പറ, പിള്ളേരെ മോഹിപ്പിക്കാതെ. ഞാൻ നടക്കണ കാര്യം പറഞ്ഞു. ഓ നിങ്ങളെല്ലാരും കൂടിയിട്ട് ഒരു 4 ദിവസം എന്റെ വീട്ടിൽ വന്ന് നമുക്ക് അവിടെ അടിച്ചു പൊളിക്കാം. ടൂറായില്ലേ? എന്തുണ്ടെന്നാ? എന്താടി ഈ അങ്ങനെ പറഞ്ഞു? ആ പറമ്പിലേക്കാണ്ട് കയറി കഴിഞ്ഞ പേരയ്ക്ക, ചാമ്പയ്ക്ക, പഴുത്ത മാങ്ങ, തേൻ വരിക്ക, ചക്ക, ഇതൊക്കെ തിന്ന് നടന്നൂടെ? പിന്നെ കോലാബിൽ ഒരു പൂച്ച പറ്റുന്നുണ്ട്. 3 കുട്ടികളുണ്ട്. നല്ല രസാ. ഇല്ലാജ ഞാൻ എന്തായാലും ഒരു 2-3 ദിവസം അവിടെ നിൽക്കാൻ പോവുക. ആ ചേച്ചി വാ, നമുക്ക് തന്നെ പോവാം. അല്ലെങ്കിൽ നാളെ രാവിലെ പോവാം. ആ അപ്പൊ എല്ലാവർക്കും അങ്ങോട്ട് പോയാ പോരെ? നമുക്ക് വണ്ടർലയിൽ പോയാ മതി. വണ്ടർലയിൽ പോയ എന്തൊരു വ്യത്യാസം? കുറെ ഊഞ്ഞാലാടാന്നല്ലേ. 2 ഊഞ്ഞാലും ഞാൻ മുറ്റത്ത് മാവുമ്പിൽ ഇട്ട് തരാം. മാറി മാറി ആടിക്കോ. പിള്ളേരെ ഇങ്ങോട്ട് നോക്കി. ഇപ്പൊ അമ്മാവൻ പറഞ്ഞ പോലെ പൊക്കോ. ഇത് നല്ലൊരു ചാൻസാ. അല്ലാതെ ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ആരും ടൂർ കൊണ്ടുപോകാൻ പോണില്ല. എനിക്ക് വണ്ടർലയിൽ പോകാൻ മതി. എടി ഇവിടെ അച്ഛന് കുഴപ്പമൊന്നുമില്ല പോണേന്. ഇപ്പൊ ക്ലീറ്റോ ചേട്ടനാണ് സമയമില്ലാത്തത്. അവനവിടെ ഓഫീസിൽ അവന് സമയം ഉണ്ടാവില്ല. ഞാൻ ക്ലീറ്റോ ചേട്ടനെ വിളിച്ചു നോക്കട്ടെ. ഇപ്പൊ നടക്കും. ചിലപ്പോ സമ്മതിച്ചാലോ. നീ വിളിച്ചോക്ക്. ഗ്ലേറ്റ് അല്ലേ ആള്. ഇവിടുത്തെ ആളുകൾ സമ്മതിച്ചിട്ട്. അതെ അതൊന്നും നടക്കാൻ പോണില്ല. അപ്പൊ അപ്പൂപ്പന്റെ കൂടെ വന്നു കഴിഞ്ഞാ അവള് എന്താ വണ്ടിച്ച വെച്ച് തരും. എന്നിട്ട് ഇങ്ങനെ പറമ്പ് കൂടെ ഒക്കെ നടന്നു ഊഞ്ഞാലൊക്കെ അടി നല്ല രസാ. അപ്പൊ അതാ തോട്ടിലെ വെള്ളം പറ്റിയിട്ടൊന്നുമില്ല. ഇപ്പൊ മീനിങ്ങനെ കളിക്കുന്നുണ്ട് ഇങ്ങനെ വെള്ളം കുറേശ്ശെ. നീ വരുന്നില്ലേ? പിന്നെ 4 ദിവസം അവിടെ. എനിക്ക് എവിടെയാ നേരം? 100 കൂട്ടം പണിയുണ്ട് ഇവിടെ. ഓ വാടി, അവൻ വിളിച്ചതല്ലേ. നമുക്ക് ഇവിടെ പണിയുണ്ട് പറഞ്ഞു. ഇവിടെ നിങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ എന്താ പണി? അവിടെ നിങ്ങൾ അവിടെ ഇവിടെ എന്താ പണി? നമുക്ക് 2 ദിവസം അവിടെ നിന്നിട്ട് കാര്യം. എന്റെ അമ്മ എനിക്ക് പഞ്ചായത്തിൽ പോണം. അതിന് വേണ്ടിട്ട് ഇതെല്ലാം കെട്ടിച്ചമ്മന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം. 2 ദിവസം കഴിയുമ്പോ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണം. എനിക്കൊന്നും വയ്യാതെ പിള്ളേരെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ. നിങ്ങൾ വരണ്ടെങ്കിൽ ഞാൻ ക്ലീറ്റോ ചേട്ടനെ വിളിച്ച് ചാടിക്കടിക്കാനൊന്നും വന്നില്ല. വരട്ടെ, വന്നിട്ട് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? ആ വർത്താനം കേട്ടിട്ട് സമ്മതിക്കുന്ന ലക്ഷണമാണ്. ഞാൻ രാവിലെ ചോദിച്ചപ്പോ എന്നെ ചാടി കടിച്ച് തിന്നാൻ വന്നല്ലോ. എന്നോട് പക്ഷെ അങ്ങനെ പറഞ്ഞില്ല. നീ പറഞ്ഞപ്പോ കടിച്ചു കയറാൻ വന്നു. നീ ചോദിച്ചപ്പോ നോക്കാന്ന് പറഞ്ഞു. ആ ഇപ്പൊ ഇതിന്ന് എന്ത് മനസ്സിലായി? അതാണ് രക്തബന്ധം. കൂടപ്പറപ്പ് പറഞ്ഞപ്പോ കണ്ടോ ചൂടാവാണ്ട സമ്മതിച്ച്. നീ ഇങ്ങനെ ക്ലീറ്റോ പറഞ്ഞ് നടന്നോ? കണ്ട അല്ല, ആര് പറഞ്ഞിട്ടാണെങ്കിലും കാര്യം നടന്നല്ലോ. കൊച്ചുങ്ങൾക്ക് സന്തോഷമായി. അത് മതി. പോയിക്കോട്ടെ. ചേച്ചിന്റെ കൂടെ വരണ്ടേ? ഞാൻ അപ്പൊ നബിര് അങ്ങോട്ട് പോട്ടെ, നമുക്ക് വീട്ടിൽ പോവാം. അതെ കുടിക്കാൻ തരുത്ത കുട്ടിയെ. നാരങ്ങ വെള്ളം മതിയാ? ആ നാരങ്ങയുള്ള മോരുമെള്ളം ഉണ്ടെങ്കിൽ അതാ നല്ലത്. ആ എന്നടാ
ഈ പഞ്ചായത്ത് പാലത്തിന്റെ താഴത്തെ മറ്റേ സാമൂഹിക വിരുദ്ധരുടെ പ്രശ്നങ്ങളില്ലേ, ഉം. ഇന്നുപോലെ പെട്രോളിയം കണ്ടവിടെ. ഉം. ആ ഇനി വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതെല്ലാം എവിടെയൊക്കെ അവസരം കിട്ടുന്ന അവിടെയൊക്കെ ഓരോരുത്തർ ഓരോ പണി ഒപ്പിച്ച് വയ്ക്കും. ചേച്ചിക്ക് എന്താ പറ്റിയത്? കുറെ നേരം ഒലുമ്പോണ്ടിരിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പാടില്ലേ? ഇങ്ങനല്ലല്ലോ സാധാരണ ഇരിക്കുന്നത്. എന്തോ ഉണ്ടേ, ഒന്നെങ്കിൽ ക്ലീറ്റേഴ്സിനായിട്ട് വഴക്ക് പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ മുത്തിനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തടി എന്നാന്നേ ഒന്നുമില്ല, ഒന്നുമില്ലായ്മയിൽ എന്തൊക്കെ ഉണ്ടല്ലോ. തലവേദന എടുത്തിട്ട് ഞാനിങ്ങനെ ഇരുന്നതാ. ഉണ്ട്. പഞ്ചായത്തിന്റെ പ്രശ്നം സോൾവ് ചെയ്തു. ഓ, അല്ലെങ്കിൽ അവിടെ ആർക്കും നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പെണ്ണുങ്ങൾക്ക് വൃത്തി. ആ എന്തുവാടേ അവധിക്കാലമേറ്റ മക്കൾക്കും നമുക്ക് എല്ലാവരും കൂടെ ചേർത്ത് ട്രിപ്പ് പോകാന്ന് പറഞ്ഞപ്പോ നിനക്കെന്തോ ജാടെന്ന് പറഞ്ഞിട്ട്? ജാടെ ഇടയിൽ തൊഴിൽപരമായിട്ട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് ഇപ്പം വേണ്ട പിന്നെ ആലോചിക്കാന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ജാടയായിട്ട് തോന്നിയെങ്കിൽ എനിക്കതിൽ വേറൊന്നും പറയാനില്ല. അല്ല ജാടയാണെന്ന് ഇവിടെ ആരൊക്കെയോ പറയുന്നത് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഇവിടെ പലർക്കും പലതും പറയാമല്ലോ, അതുകൊണ്ട് അവർക്ക് വേറെ ഒന്നും അറിയണ്ടല്ലോ. നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു കുടുംബം എന്നുള്ള വണ്ടി ഓടിക്കാൻ നമ്മൾ പറഞ്ഞ പാടെ നമുക്കല്ലേ അറിയും. ഒരു ദിവസത്തെ കാര്യമാണ്, ഒരു ദിവസത്തേക്ക് വേണ്ടി മാറ്റിവെക്കാൻ്റെ സമയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. എത്ര തിരക്കാണ്? നിനക്കുണ്ടോ? ഞാനുണ്ട്, ഞാൻ ഈ എടുക്കുന്നു. ഏട്ടനല്ലേ ഏറ്റവും തിരക്ക്, എന്നിട്ട് ഏട്ടൻ വരാന്ന്. ആ അതാ പിന്നെ അങ്ങനെയൊക്കെയുള്ളല്ലേ, നമുക്കെന്തോ തിരക്കില്ല, ഒരു പണിയില്ലാത്ത പോലെയാണ്. ശരി, ഇനിയിപ്പോൾ ഏമാന് ഒരു ദിവസം മാറ്റി വെക്കാമെങ്കിൽ ഞാനായിട്ട് നിൽക്കില്ല, ഞാനും ഒരു ദിവസം മാറ്റി വെക്കാം. അപ്പൊ വണ്ടർലേ പോവാം. ആ പണ്ടറിലേക്ക് അവിടെ നിൽക്കട്ടെ. സത്യം പറഞ്ഞാൽ ലില്ലിമോളെ, ഇന്ന് നീ ഫോൺ വിളിച്ചില്ലേ, അപ്പോഴാണ് എനിക്ക് ഇതൊന്നുകൂടെ ഞാൻ ഒന്ന് ആലോചിച്ചത്, ഈ ടൂർ പോണതിനെ കുറിച്ച്. കേട്ടാ, സംഭവം വണ്ടറിലേക്കാളും അടിപൊളി ഒരു സ്ഥലം. എവിടെയാ? അതായത് ഇന്നിപ്പോ നമ്മുടെ ഒരു കച്ചവടത്തിന്റെ ഒരു ടീം വന്ന് അവർ 1 ഏക്കർ സ്ഥലം ഇവിടെ വിൽക്കാണ്ട്, അവിടെ റിസോർട്ടിന് പറ്റിയ ഏരിയയാണ്. അതിന്റെ അടുത്തായിട്ട്, ഇവിടെ അടുത്ത് തന്നെ നമ്മളെ തൊട്ടടുത്ത്, നമ്മളാരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു ഹിഡൻ സ്പോട്ടാണ്. അവിടെ ഒരു കിടുക്കാച്ചി സ്ഥലമുണ്ട്, തൊട്ടിപ്പാലം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം, ആര്യങ്കോട്. ആമ്പോ പിള്ളേർക്ക് ഇഷ്ടപ്പെടുവോ? പിള്ളേർക്ക് അറമാദിക്കാം, വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കളിക്കാം. ഇതാണ് ഹിഡൻ സ്പോട്ട് എന്ന് നീ പറഞ്ഞത്. പിന്നെ ആരും കണ്ടെത്താത്ത സ്ഥലം. ഓ എടി കൊച്ചുനാള് നമ്മൾ പോയി നീന്തി കുളിച്ച് നടന്ന സ്ഥലം. അന്ന് അതൊന്നും വേണ്ട, പോ. എടേ, നീ പള്ളിക്കൂടത്തിൽ പഠിച്ചപ്പോൾ നമ്മൾ ക്ലാസ് കിട്ടിയത് പലപ്പോഴും പോയിട്ടുണ്ട്. ഇപ്പം നീ അവിടെ പോയിട്ടുണ്ടോ? ഇപ്പോഴത്തെ അവിടുത്തെ സെറ്റപ്പ് ഒക്കെ കണ്ട? അവിടെ അടിപൊളിയല്ലേ, ഭയങ്കര പരിപാടികളല്ലേ ഇവിടെ. പിന്നെ നമ്മളെ പിള്ളേരെ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, അവരിതൊക്കെ കൊണ്ടൊന്ന് കാണിക്കണം. നിങ്ങളാരും പോയിട്ടില്ലല്ലോ അവിടെ, കേട്ടിട്ടില്ലേ ഉള്ളൂ. അല്ല അതൊരു കണക്കിന് ശരിയാണ്, നമ്മൾ പോയ വഴിയെ നമ്മുടെ മക്കളെയും കുറച്ച് നടത്താൻ പറ്റിയാൽ നല്ല കാര്യം. മണമില്ലാന്ന് പറയില്ലേ നമ്മളെ. എന്നോട് ചോദിക്കണ എന്തിനാ? അതുകൊണ്ട് നമ്മളെ നടയിൽ കിടക്കുന്ന സ്ഥലത്ത് പോയി ആദ്യം നമുക്ക് അത് ആസ്വദിക്കാം. ഈ വണ്ടർലയേക്കാളും വണ്ടർഫുൾ ആണിത്, സത്യം. അപ്പൊ അങ്ങനെ ഫിക്സ് ചെയ്യാം. പറയട്ടെ. പിന്നെ ഒരു കാര്യം ഉണ്ടടി, നമ്മൾ എവിടെ പോകുന്നു എന്നുള്ളതിനേക്കാള് നമ്മളെല്ലാവരും പോകുമ്പോഴാണ് ഒരു സുഖം. ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സന്തോഷം. ആ അത് നമ്മളങ്ങ് എൻജോയ് ചെയ്യാം, മാക്സിമം അടിച്ചു വിളിക്കുക. എന്താ നമ്മളോട് ചോദിച്ചാ? അല്ല ഒന്നുമില്ല, വെറുതെ. ഓക്കെ അല്ലേ ചേച്ചി? എനിക്കെന്നാന്നേ നിങ്ങളൊക്കെ ഒന്നുമില്ല അവക്ക്. മര്യാദക്ക് അതാ രാവിലെ ആകുമ്പോ അമ്മാവനും അമ്മയൊക്കെ പോവും, അത് കഴിയുമ്പോ നമുക്ക് അങ്ങ് ഇറങ്ങാം. ഉണ്ടാ എല്ലാരും? ആ ഉണ്ട്. ഞാൻ നിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയല്ലായിരുന്നു, ഒരു തീരുമാനമായല്ല. നീ എനിക്ക് അകത്തോട്ട് പോവാ, പൊക്കോളൂ, അതുകൂടെ കൊണ്ടുപോകും. എന്നെ അറസ്റ്റ് ചെയ്യും, കാലുള്ളതല്ലേ, നടന്നോളും. എന്തെങ്കിലും സൗന്ദര്യപ്പണക്കാം. അവൻ പറഞ്ഞ അവള് കേട്ട് കാണില്ല, അല്ലെ അവള് പറഞ്ഞ അവൻ കേട്ട് കാണില്ല. അതിപ്പോ അവിടെ കയറി കഴിയുമ്പോ മാറിക്കോ, മാറിയാ മതി. ചായ എടുക്കാൻ പറ്റുമോ? ഇച്ചിരി ഇടാം, ഞാൻ ഇച്ചിരി ഇരുന്നിട്ടൊക്കെ എടുക്കാം. അതെ, ടൂറ് പോകാന്ന് പറഞ്ഞു, സമ്മതിച്ചു, എല്ലാം ഓക്കെയാണ്. പിന്നെന്താണ് നിന്റെ മോന്ത ഇങ്ങനെ ഇരിക്കുന്നത്? എന്റെ മോന്ത ഇങ്ങനെ ഇരിക്കുള്ളൂ. നിങ്ങൾ എന്നെയാണോ ടൂർ കൊണ്ടാന്ന് പറഞ്ഞത്? നിങ്ങളുടെ പെങ്ങളല്ലേ? കൊണ്ടുപോയിക്കോ. പെങ്ങളെ? ഞാൻ രാവിലെ നിങ്ങളോട് ടൂറിന്റെ കാര്യം പറഞ്ഞു, എന്തോരം പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് പറ്റൂലായിരുന്നല്ലോ, നിങ്ങൾ എന്നെ ചാടിക്കടിച്ച്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ പെങ്ങൾ വിളിച്ചപ്പോ എങ്ങനെയാ ടൂർ പോകാന്നായത്? എങ്ങനെയായത്? അപ്പൊ ഞങ്ങളെ കൊണ്ടുപോകാൻ താല്പര്യമില്ല, പെങ്ങള് പറഞ്ഞ എല്ലാം റെഡി. എന്റെ കർത്താവേ, ഞാൻ കർത്താവ്. അതെ, എൻ്റെ ഓഫീസിൽ ഒരു കസ്റ്റമർ വന്ന് അവിടെ ഈ ആര്യങ്കോട് തൊട്ടിപ്പാലത്തിൻ്റെ അടുത്തായിട്ട്
100 ഏക്കർ സ്ഥലം കിടപ്പുണ്ട്, അത് വേണമെന്ന് പറഞ്ഞ് അത് നോക്കാമെന്ന് പറഞ്ഞാൽ ഒരു റിസോർട്ട് പണിയാൻ അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ വിളിക്കുന്നത് ലില്ലി. അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ചിന്തിച്ചത് എന്നാ പിന്നെ നമുക്ക് ഇവിടെ എന്ത് എന്ത് നിലത്ത് കിടന്നങ്ങ് ഉരുളുവാണ്. ഞാനിത് ചോദിച്ചപ്പോ എന്തെങ്കിലും നുണ പറയണമല്ലോ. നീ ആവശ്യമില്ല ഓരെഴുതാ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ തോന്നില്ല വിശ്വസിക്കും. വിശ്വസിക്കണ എങ്ങനെയാ? എന്താ പിന്നെന്താണ് ഞാൻ ഇതെന്താ മെനഞ്ഞെടുത്ത കഥയാ? മെനഞ്ഞെടുത്ത കഥ അല്ലാതെ എന്തുവാ? ഈ മനുഷ്യനെ പ്രാന്തടിപ്പിക്കരുത് കേട്ടാ. ഞാൻ ഈ ടൂറും കുന്തോന്നും വേണ്ടാന്ന് വെച്ചായി പിള്ളേരെ സന്തോഷം ആയിക്കോട്ടെ വെച്ചിട്ടല്ലേ ഓരോന്ന് ചെയ്യണം. അപ്പോഴേക്കും അവള് പിന്നെ നമുക്ക് ഒരുമാതിരി മനുഷ്യനെ കളിയാക്കണ പോലെ അല്ലേ ഞാൻ കാര്യം പറഞ്ഞു. പിന്നെ എന്താ ഇവിടെ സംസാരം? നാളത്തെ യാത്രയെ കുറിച്ചാ? ആഹാ അതെ അമ്മ വരണില്ലേ നാളെ? ഞാനൊന്നുമില്ലടാ, ഈ വയസ്സുകാലത്ത് വെള്ളത്തിൽ ചാടാനും നീന്താനൊന്നും പറ്റില്ല. ഞാനും ചേച്ചിയും കൂടി നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് പോകും. പിന്നെ അവിടുന്ന് എനിക്ക് 1-2 സ്ഥലത്തേക്കൊക്കെ പോകാൻ ഒഴിവില്ലതാ. ബാബാ വെള്ളത്തിലൊന്നും ഇറങ്ങണ്ട, വാ നമുക്കൊന്ന് പോയി അടിച്ചു വിളിച്ചിട്ട് വരാം. അതെന്തിനാ ഒരാള് വരുന്നില്ല എന്ന് പറയുമ്പോ നിർബന്ധിക്കണേ എന്തിനാ? ഞാൻ അമ്മാവനോടാണ് സംസാരിക്കുന്നത്. ഞാൻ അമ്മാവനോട് അമ്മാവൻ മറുപടി പറയും കേട്ടോ. അമ്മാവനോടാണെങ്കിലും ആരോടാണെങ്കിലും ഒരാള് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അസൗകര്യം ഉണ്ടാവും, അത് മനസ്സിലാക്കണം. അതിന് പിന്നെ നിർബന്ധിച്ചോണ്ടിരിക്കുന്നത് ഫോർമാലിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. ഇത് എന്റെ അമ്മാവനാണ്. അതായിരിക്കും കുട്ടികളെ അതൊക്കെ ഇതിന്റെ പേരിൽ നിങ്ങളൊരു തർക്കം അല്ലല്ല അമ്മാവാ, ഇവക്ക് എല്ലാം കുഴപ്പമാണ്. അല്ല അത് ശരിയല്ലല്ലോ. നീ ശരിയല്ലെന്ന് പറഞ്ഞാൽ നീയേ ശരിയല്ലാത്തത്. നിങ്ങളെ ശരിയല്ലാത്തത് നിങ്ങളുടെ അമ്മാവനാന്നുള്ള ബോധം നിങ്ങൾക്കുണ്ട്. എന്റെ കെട്ടിയവനായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. എന്താ പിന്നെ എന്താ അമ്മാവ ഇതല്ലേ അയ്യേ അമ്പലും വില്ലിലും. ഞാനത് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ, ഇവിടെ വന്ന് എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാച്ചപ്പോ ഇതെന്താ ഇവിടെ കാണിച്ചുണ്ട്? അതെ 500 ഉറുപ്പ്യ ഉണ്ട്. നാളെ പോകുമ്പോ കുട്ടികൾക്ക് ഐസ്ക്രീം മുട്ടായി എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. നീ ഇതിന്റെ പേരിൽ വല്ല സംസാരം ഇവിടുന്ന് കേട്ടാ? എന്താ ഇത്? എന്റെ അമ്മാവൻ എന്റെ പിള്ളേർക്ക് കറങ്ങാൻ പോകുമ്പോ ഐസ്ക്രീം മേടിക്കാൻ തന്ന പൈസ ആണോ? 2 പറമ്പിന്റെ അപ്പുറത്ത് പോണേന് ഐസ്ക്രീമിന്റെ ആവശ്യമില്ല. അപ്പൊ നീ ടൂർ വരണ? ഞാൻ വരുന്നുണ്ട്. വരണമെങ്കിൽ ഓക്കെ അല്ല, വരണില്ല എന്ന് അങ്ങനെ പറഞ്ഞാൽ എന്നെ വിഷമിപ്പിച്ചിട്ട് നിങ്ങൾ മാത്രം അങ്ങനെ സന്തോഷിക്കണ്ട. അയ്യോ അന്ന് നാളെ കൊള്ള സന്തോഷം കളയാതെ മര്യാദയ്ക്ക് വാങ്ങി വെച്ചോണ്ട് വരണം. പിന്നെ ഒരു ചായ ഇടാൻ കൊണ്ട് അറിയാവേട്ടാ? പിന്നെ കുട്ടിക്കാലത്ത് ഇവിടെ തന്നെ ആയിരുന്നല്ലോ നമ്മുടെ സ്ഥിരം പരിപാടികള്. ഓട്ടവും ചാട്ടവും കുളിയും ബഹളവും ഒക്കെ ആയിരുന്നു. നീ എടുത്തോ? പിന്നെ കൊറേ നാളായിപ്പോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇപ്പൊ നല്ല മാറിപ്പോ, ഒരുപാട് അങ്ങ് മാറി. പിന്നെ ചേച്ചിക്ക് അറിയത്തില്ല ചേച്ചി? ബെസ്റ്റ്. വന്ന വഴിയും നിന്ന വഴിയും പോയ വഴിയൊന്നും ബോധമില്ലാത്ത ആളിന്റെ അടുത്താണ് വഴി അറിയുന്നു. എന്ന് വിചാരിച്ചാൽ നിങ്ങളെ പോലെ പെരുവഴി തെണ്ടി നടക്കേണ്ട കാര്യം എനിക്ക് വന്നിട്ടില്ല. എനിക്ക് വന്ന വഴി നിന്ന വഴിയെല്ലാം നല്ല ബോധമുണ്ട്. അതുകൊണ്ടാണ് നീ പെരുവഴിയിലാവാതെ എപ്പോഴും 3 നേരം വെട്ടി വിഴുങ്ങണത്. രണ്ടുപേരത്ത് പറയണത് വീടല്ല, നാട്ടുകാരൊക്കെ ഉണ്ട്, ഒരു സന്തോഷമായിട്ട് വന്നേക്കാണ്. വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ. അതിന്റെ പെങ്ങളെടുത്ത് പറഞ്ഞോട്. അത് ആദ്യം നിങ്ങൾ വായടച്ച് അവൾ എന്റെ വായ അടപ്പിക്കാൻ നടക്കുവാണ്. നോക്കി നോക്കി മക്കളെ, എത്തി ഇവിടെ ഉണ്ട്. ഞാൻ പരിസരത്ത് തന്നെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. ഇതാ വരുന്നു. ഞാനൊരു ബിസിനസ് സ്ഥാപനം നടത്തണതാണ്. അപ്പൊ പല കോളും വരും. എനിക്കൊരു ചെറിയ കൊട്ടേഷൻ ഉണ്ട്, ഇവിടെ ഒരു സ്ഥലം കാണിക്കാണ്ട്. ഞാനത് കാണിച്ചിട്ട് വരാം. അല്ല കുളിച്ച് നനച്ചൊക്കെ പെട്ടെന്ന് റെഡി നിക്ക് കേട്ടാ. പിന്നെ പിടിക്കാൻ പറ്റും. എന്ത് അങ്ങനെയൊന്നും നോക്കളെ. ഡാഡി വാഴത്തട കൊണ്ട് ഒരു ബോട്ട് ഉണ്ടാക്കി തരാം. അവിടെയൊക്കെ നോക്കി. അവിടെ തെന്നുന്ന സ്ഥലമാണ് മക്കളെ. അവിടെ ചെളിയുണ്ട്. ഇനിയുള്ള സ്ഥലം പോലെ അല്ല അത്. ഫസ്റ്റ് പോ വലിയ ആരെങ്കിലും.
ഇങ്ങനെയുള്ള വഴികളൊക്കെ കേറി ശീലിക്കണം. അയ്യോ നോക്കി ആഹാ ഉപദേശിച്ചിട്ട് അല്ലേ നമ്മളങ്ങനെ ഒന്നുമില്ല. നല്ല ആഴമൊക്കെ. നോക്ക് എങ്ങനെയുണ്ട്? അങ്ങോട്ട് നോക്കടാ. ഇഷ്ടപ്പെട്ടാടാ? ആ എടുത്ത് ചാടാൻ തോന്നണല്ലേ? അയ്യോ അയ്യോ ആക്രാന്തൊന്നും കാണിച്ചു കളയല്ലേ. ഇഷ്ടംപോലെ സമയമുണ്ട്. സമാധാനത്തിൽ നിങ്ങൾ ഇറങ്ങി കുളിച്ച് വൃത്തിയായിട്ടൊക്കെ അവിടെ നിന്നാ മതി. അടിപൊളി. ആ സാറേ ഞാൻ വന്നു സാറേ. ഞാൻ ഫാമിലി കൂടെ ഉണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ ഈ തൊട്ടി അവിടെ ഒന്ന് കുളിപ്പിക്കാൻ കൊണ്ടുവന്നിട്ടേക്കുക. ഇല്ല ഞാൻ കുളിക്കില്ല. അവരൊന്ന് ഇറക്കിയിട്ട് ഞാൻ ഇപ്പം അങ്ങ് വരും. ഓ 5 മിനിറ്റ് കാര്യമല്ലേ ഉള്ളൂ. ആ ഇതാ അപ്പൊ ക്ലീറ്റോ ചേട്ടൻ ഇറങ്ങണില്ലേ? ഞാൻ ഇറങ്ങിയാലേ എനിക്ക് ഒരു ചെറിയൊരു കൊട്ടേഷൻ അവിടെ ഒരു ഏക്കർ സ്ഥലം ഒരു റിസോർട്ടിന് വേണ്ടിയുള്ള സ്ഥലം. അതിൻ്റെ ആളവിടെ വന്നിരിക്കണം. അത് പോയി ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ ഇനി വരും. ശ്രദ്ധിക്കണേ പിള്ളേരെ ശ്രദ്ധിക്കണേ കേട്ടാ. പിള്ളേരെ ശ്രദ്ധിച്ചോളണേ. ഓ ആ പോയി നോക്കി പോയി പിള്ളേരെ. അവിടെ നോക്കളെ ഇവിടുന്ന് വഴി അങ്ങ് പോകും നമ്മള്. പിന്നെ ലില്ലി എന്നല്ല ആര് പറഞ്ഞാലും എനിക്ക് എൻ്റെതായ തീരുമാനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വന്നത് ചുമ്മാ അല്ല എന്നുള്ളത് മനസ്സിലായ. 1 ഏക്കറിൻ്റെ കച്ചവടമാണ്. നടന്നു കഴിഞ്ഞാൽ നിനക്കൊരു മോതിരം വാങ്ങിച്ചു തരും. അത് വെറുതെ ഒന്നുമില്ല. ഒന്നും കാണാതെ ക്ലീറ്റ് ഒന്നിനും ഇറങ്ങൂല കേട്ടോ. നേരത്തെ പറയാൻ പാടില്ലേ? നേരത്തെ പറഞ്ഞ എനിക്ക് വിഷമം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് കേൾക്കാട്ടെ. ലില്ലി പറഞ്ഞത് കേൾക്കുമ്പോ എനിക്ക് വിഷമം ഉണ്ടാവില്ലേ? അതിന് പറയാനൊരു അവസരം തരണ്ടേ? നീ കടിച്ചു തിന്നാ നിൽക്കുമല്ലേ? ഇപ്പൊ പോണ്ടവാ. ആ പോയിട്ട് കച്ചവടം നിന്നാ പറ്റൂലോ. പിന്നെ ഇന്ന് അഡ്വാൻസ് കൊടുക്കണം. നമുക്ക് 2 പേർക്കും ഒരു ദിവസം മാത്രം മതി വെള്ളത്തിൽ കുളിച്ചിട്ട്. ശ്രദ്ധിച്ചോ കേട്ടാ പിള്ളേരെയൊക്കെ. ആയിക്കോട്ടെ. ഓ നോക്കിക്കോളേ. വരും ഞാൻ വരുന്നു. വരും എന്നാ പിന്നെ ഇറങ്ങി കൊതു തീർത്തിട്ട് നിൽക്കണ. ഞാൻ വരുമ്പോ ഇറങ്ങിയില്ല നനഞ്ഞില്ല. അവിടെ ഭക്ഷണം മൂടി വെച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിലൊന്നും പോണില്ല. പിന്നെ ഈ ഉടുപ്പ് മാറണ്ടേ? ഇതൊക്കെ മതി. അയ്യോ ഉടുപ്പ് മാറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോ. അറിയാന്നുള്ള ആള് തന്നെ. അത് സാരമില്ല. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയോ. അയ്യോ തക്കിടുണ്ട്. സയ്യോ മക്കളേടാ തക്കടാ എടാ സയ്യോ എടാ ഞങ്ങളൊന്ന് പിടിച്ചേ. തക്കടാ കയറാൻ പറ്റും. ഇല്ല കറക്റ്റ്. തക്കടാ മോനെ മക്കളെ അയ്യോ വെള്ളത്തിന് ഞാൻ കയറ്റിയെത്തിയതാ. വെള്ളത്തിൽ കയറിയതല്ലേ? ആ അയ്യോ തക്കട് സയ്യോ മക്കളെ തക്കടാ സയ്യോ മോനെ തക്കടാ മക്കളെടാ തക്കടാ. ചേച്ചി അമ്മയല്ലേ വിളിക്കുന്നേ? സത്യമാണോ അമ്മ വിളിക്കണേ? എല്ലാരും വിളിക്കുന്നുണ്ടല്ലേ? ആ പോയാലേ. പിന്നെ ഞാൻ മീൻ പിടിക്കാൻ വന്നതും പിന്നെ വീണ കാര്യമൊന്നും അമ്മയുടെ പറയണ്ട കേട്ടോ. ശരി വാ.
നീ വിളിച്ചത് ആ നമ്മൾ വാഴത്തോട്ടത്തിരിപ്പുണ്ടോ വിളിച്ചത് കേട്ടില്ല നിങ്ങള്? അത് അവിടെ വെള്ളത്തിന്റെ ശബ്ദം കാരണം കേക്കാൻ പറ്റിയില്ല. നിങ്ങൾ എവിടെ പോയിരുന്നേച്ച്? ആ നമ്മൾ വാഴത്തോട്ടത്തിരിപ്പുണ്ടോ? അവിടെ വാഴയില്ല മക്കളെ, നമുക്കവിടെ വാഴയൊന്നുമില്ലേ? പറഞ്ഞിട്ട് പോണ്ടേടാ. അല്ല അവിടെ തുമ്പിയും ബട്ടർഫ്ലൈയും പിന്നെ നല്ല തണലൊക്കെ ഉണ്ടായിരുന്നു. അമ്മ അവിടെ കയറ്റി ഇരുത്തിയതല്ലേ, പിന്നെ അല്ലമ്മ ശരിക്കും അവിടെ കൊറേ കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവനെ എന്നെ വിളിച്ചോണ്ട് പോയതാ. അവിടെ ചെന്നെത്തിയപ്പോഴത്തേക്ക് ഇവനാണെങ്കിൽ വെള്ളത്തിലേക്ക് പോയി. പിന്നെ ഞങ്ങളാണെങ്കിൽ ഇവനെ പിടിച്ച് കയറ്റിയപ്പോ പിന്നെ ഇവനെ ഒന്നും കൂടെ വീണു. വെള്ളത്തിലോട്ട് വീണാ? അല്ല അവിടെ വെച്ച് വീണു. പറഞ്ഞിട്ട് അടിക്കല്ലേ അവനെ, കൊല്ലണ്ടവനെ. മക്കളെന്തിനാ കള്ളം പറഞ്ഞിട്ട് പോയത്? എന്തെങ്കിലും പറ്റിപ്പോയായിരുന്നെങ്കിൽ ആടി നമ്മള് എന്ത് സങ്കടപ്പെടുന്നറിയാം എല്ലാരും. എന്തെങ്കിലും പറഞ്ഞിട്ട് പോണം. വലിയ കൊച്ചുങ്ങളാവാൻ പോവില്ല ഇനിയിപ്പോ അങ്ങോട്ട്. ഇനി വലിയ വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കാൻ പോവും. അപ്പൊ അച്ഛനോടും അമ്മയോടും പറയണം എവിടെ പോണ്, എന്താണ് ചെയ്യുന്നതൊക്കെ പറയണം. കള്ളം പറയരുത്. കള്ളം പറഞ്ഞ പിന്നെ വലിയ ദോഷമായി പോ മക്കളെ, കേട്ടാ. എന്ത് സങ്കടപ്പെടുന്നറിയാം നമ്മള്. സാരമില്ല. ലോകത്ത് എവിടെ പോയാലും അമ്മേനോടും ഡാഡിനോടും പറഞ്ഞിട്ട് വേണം പോവാൻ. കേട്ടോ കേട്ടോ രണ്ടാളും. അല്ല അഡ്വാൻസ് നാളെ കണ്ട മറ്റന്നാ കൊടുക്കാം. അതിനുള്ള സംവിധാനം ചെയ്യാം. ഇത് പറയാൻ നിക്കണ്ടേ? അത് മതി, അത് മതി. ഓക്കെ ഓക്കെ. അവിടെ പോയ കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട, ഡാഡി വഴക്കുറേ. എന്തായി അടിപൊളിയായ എങ്ങനെയുണ്ട്? അടിപൊളി, കുളിച്ച് ഹാപ്പി അല്ലേ? എന്തായി കച്ചവടം? എന്തായി കച്ചവടം? ഞാൻ ഹാപ്പിയാണ്, എല്ലാം ഓക്കെയാണ്. നിങ്ങൾ ഹാപ്പി ആണല്ലോ? ഹാപ്പി സെറ്റ് അല്ലേ? എല്ലാരും ഹാപ്പി. ആ പിന്നെ ആ ഞാൻ സഹി ചേച്ചിയെ വിളിച്ചോണ്ടേ ആ തൊട്ടി മീൻ പിടിക്കാൻ പോയപ്പോ ചെറുതായിട്ടൊന്ന് വീണു. ആ അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ മാമനും മാമിയൊക്കെ പേടിച്ചു പോയി. ചെറുതായിട്ടല്ലേ വീണുള്ളൂ. അതിനിപ്പം വളരുമ്പോ പുറത്തോളൂ. നമ്മളെ അവിടെ മധുവിന്റെ കടയില് പഴംപൊരിയും ചായയും പറഞ്ഞിട്ടുണ്ട്, അത് കുടിക്കും. ശരി, പഴുത്ത പഴമാണല്ലോ. ആ ഓ നല്ല തണുപ്പായിരുന്നു വെള്ളത്തിൽ. അല്ലേ? അടിപൊളിയായിരുന്നു. നമുക്ക് ഇനി ഒരു ദിവസം വരാം. Audience.